സാധ്യത ലീഗിനാണ് ഇപ്പോൾ. അദ്രേമാൻ കുറേ കാശൊക്കെ ചിലവാക്കിയിട്ടാണ് ജയിച്ചിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈലത്തൂർ ഭാഗത്ത് കൂടെ പോകുമ്പോൾ കാണാം അയാളെ പോസ്റ്റ് തന്നെ. എവിടെ ചേട്ടാ കുടിവെള്ളം? ഇവിടെ ഞങ്ങൾക്ക് ആര് ജയിച്ചാലും വേണ്ടില്ല, സാധനങ്ങൾക്ക് വില അങ്ങനെ വെച്ചടി കീഴാ. ഏത് വികസനം ഇവിടെ ഈ കേരള ഗവൺമെൻറ്റിൻ്റെ വികസനം എന്നുള്ളത് ഒന്നുമില്ല, എല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികസനം. സാധ്യത ലീഗിനാണ് ഇപ്പോൾ. എന്തുകൊണ്ടാണ് ലയിച്ചാൽ സാധ്യത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭൂരിപക്ഷം ഇപ്പോൾ അവരാണുള്ളത്. മറ്റത് അദ്രേമാൻ കുറേ കാശൊക്കെ ചിലവാക്കിയിട്ടാണ് ജയിച്ചിരുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒക്കെ വോട്ട് കുറവായിരുന്നു. പൊന്മണ്ടം ഭാഗത്തേന്ന് ലേശം വോട്ട് കിട്ടിയിട്ട് ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നാൽ തോൽക്കുന്നുള്ളത് അദ്രേമാൻ അറിയാം. അതുകൊണ്ട് അദ്രേമാൻ ഇവിടുന്ന് വേഗം കഴിച്ചിലാക്കിയതാണ്. അതുകൊണ്ടാണ് കോട്ടയം തിരൂര് സ്വന്തം നാട്ടിലേക്ക് പോയത്. വോട്ടുള്ളൂ. അഭിപ്രായം അബ്ദുറഹ്മാൻ എന്തുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് പോകാനുള്ള കാരണം വെച്ചാൽ ഒന്ന്, അയാൾ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ഒരു ആളല്ല. മാർക്സിസ്റ്റ് പാർട്ടി ഒറ്റയിൽ നിന്ന് അവിടെ ജയിക്കൂല, ഇനി 30 കൊല്ലത്തെയും ജയിക്കൂല. അയാളെ പൈസ കൊണ്ടാണ് ജയിച്ചത്. പക്ഷെ ആ പൈസേനോട് ഇപ്പോൾ ആൾക്കാർക്ക് താല്പര്യം കുറഞ്ഞു. 2-3 വിഷയങ്ങളുണ്ട് പല ഭാഗത്തും ചെയ്തു തീർക്കാൻ കഴിയാത്തത്. പറയുമ്പോൾ വികസനം എന്നൊക്കെ പറയുമെങ്കിൽ ശരി, ഞാൻ അയാൾക്കൊരു എതിരുള്ള ആളല്ല. പറയുമ്പോൾ പ്രത്യേകിച്ചും പറഞ്ഞുതരാം, അദ്രേമാൻ്റെ ഒരു എതിരുള്ള ആളല്ല. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ പോരാ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈലത്തൂർ ഭാഗത്ത് കൂടെ പോകുമ്പോൾ കാണാം അയാളെ പോസ്റ്റ് തന്നെ. എവിടെ ചേട്ടാ കുടിവെള്ളം? ഇങ്ങനെ ഓരോ പോസ്റ്റ് തന്നെ ഇപ്പോൾ പോകുമ്പോൾ കാണാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ചൊരു ഇത് അപ്പോഴേക്ക് തിരൂർ നിൽക്കാമെന്ന് ചെറിയ തോന്നലും. കാരണം തിരൂർ അയാളെ ഏരിയയാണ്. കാരണം വെച്ചാൽ അയാളെ വീട് താന്നാളൂർ വൈലത്തൂർ ആ ഭാഗത്താണ്. അപ്പോൾ തൊട്ടടുത്ത സ്ഥലം തന്നെയാണ് അയാളത്. അപ്പോൾ തിരൂർ ഇവിടുത്തേക്കാട്ടിയും പരിചയമാണ്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നത് വിജയിക്കുന്നതാണ് എൻ്റെ മനസ്സ്. ഫസ്റ്റിൽ നിൽക്കല്ലേ അദ്രേമാൻ അവിടെ തിരൂര്. സ്വന്തം നാട് കുർക്കോളിക്കുള്ളൂ. അപ്പോൾ ആ 7000 മറികടക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. സിറ്റിംഗ് MLA കൂടിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് കുർക്കോളി അയാൾ അത്ര പോകില്ല. പൈസ ഇവിടെ അങ്ങനെ തന്നെയാണ്. കാശ് കൊണ്ട് തന്നെ ജയിച്ചത്. പൈസ ഇറക്കും. അത് അവിടെയാണ് പൈസ ഇറക്കും. അയാളെ ഒരാളിപ്പോഴും പറയാ, അയാളെ കുറ്റപ്പെടുത്തില്ല. ഏത് സ്ഥാനാർത്ഥിക്കാലും ശരി, കാശില്ലെങ്കിൽ അല്ലാണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ വികസനമാണ് ഇവിടെ എല്ലാവരും നടത്തുന്നത്. അല്ലാതെ ഇവിടെ ഈ ഗവൺമെന്റിന്റെ വികസനം ഒന്നും ഇവിടെ ഇല്ല. ഏത് വികസനം ഇവിടെ ഈ കേരള ഗവൺമെന്റിന്റെ വികസനം എന്നുള്ളത് ഒന്നുമില്ല, എല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ വികസനം. അത് വീവറേജ് വികസനം ഉണ്ട്. നല്ലൊരു വികസനത്തെ കുറിച്ച് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വികസനം മദ്യം ബീവറേജ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മളിപ്പോൾ താനൂർ മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ആർക്കാണ് വിജയസാധ്യത? നമുക്ക് ഒരു പിടുത്തമില്ല. ഇവിടെ ഞങ്ങൾക്ക് ആര് ജയിച്ചാലും വേണ്ടില്ല, സാധനങ്ങൾക്ക് വില അങ്ങനെ വെച്ചടി കീഴാ. ഇപ്പൊ ചായക്ക് വില കൂട്ടി, ചായക്ക് കടിക്കെല്ലാം വില കൂട്ടി. ഗ്യാസ് കിട്ടാനില്ല. എന്താ ഞങ്ങൾ എന്ത് ചെയ്യണേ? എല്ലാവരും ഇങ്ങനെ വില കൂട്ടി. ഇനിയിപ്പോൾ എണ്ണയ്ക്ക് വില കൂട്ടിന് 3 രൂപ. ഞങ്ങളൊക്കെ നിർത്തിരണ്ട് കഴിഞ്ഞു. അല്ലാതെ ഇപ്പോൾ ആരും ജയിച്ചിട്ട് കാര്യമില്ല. പല അതും ഉണ്ടാക്കി നമ്മുടെ സാധാരണക്കാർക്ക് ഒരു നഷ്ടം. ഒരു മൊബൈൽ ചാർജ് ചെയ്യാൻ പൈസ കൂടുതൽ വേണം. റീചാർജ് അല്ലായിരുന്നു. ഓട്ടോ ചാർജ് ഒന്നും കൂട്ടിയിട്ടില്ല. 5-7 കൊല്ലം മുന്നുള്ള ചാർജാണിത്. 30 രൂപ മിനിമം ചാർജ്. 30 രൂപ ഇതുവരെയായിട്ട് കൂട്ടിയില്ല. സാധനം ഒരു 500 രൂപ പീടിക പോയിട്ട് 3 സാധനം മേടിച്ചാൽ പൈസ കഴിഞ്ഞു. വേറെ ഒന്നുമില്ല. എന്തെടുത്താൽ പിന്നെ ജീവിക്കാൻ പറ്റുന്നത്? രാഷ്ട്രീയം ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയമില്ല. അതാണ്. രാഷ്ട്രീയം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. എന്താ കാര്യം? ഇത് പല വികസനം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ ഈ സാധനങ്ങളെ വിലക്ക് ഇപ്പം മാവേലി സ്റ്റോറിൽ നോക്കുകയാണെങ്കിൽ ഫുള്ള് വിലക്കയറ്റം, കംപ്ലീറ്റ് വില കയറ്റി. ഞാനൊക്കെ മാവേലി സ്റ്റോർ ആശ്രയിച്ചിരുന്ന ആൾക്കാരാണ്. ഫുള്ള് പമ്പ വിലക്കയറ്റമാണ്. വിലക്കയറ്റം. താനൂർ മണ്ഡലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. താനൂർ മണ്ഡലത്തിലെ ആൾക്കാരുടെ പ്രതികരണമാണ് ഇത്. ഇപ്പോൾ അബ്ദുറഹ്മാൻ ആയിരുന്നു ഇവിടുത്തെ മന്ത്രി. അദ്ദേഹം ഇപ്പോൾ മറ്റൊരു മണ്ഡലത്തിലേക്ക് മത്സരത്തിനായി മാറിയിരിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് ഇവർ നമ്മളോട് വ്യക്തമാക്കുന്നത്.